അന്യോന്യം സഹായത്തോടു കൂടെ മാത്രമേ മനുഷ്യന് നല്ലൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാവരും നിസ്സഹായ അവസ്ഥയിലേക്ക് ആകുന്ന അവസരങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അത് സാധാരണമാണ്. നമ്മൾ എത്രയൊക്കെ ഒരുങ്ങിയാലും എത്രയൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാറില്ല. അവിടെ നമ്മുടെ പ്രിപ്പറേഷൻ തെറ്റിയതല്ല, അവിടെ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആകാത്തതല്ല, അതിലുപരിയായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പേൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉത്സവം, ഒരു സെലിബ്രേഷൻ, ഒരു പാർട്ടിയിലേക്ക് യേശു കടന്നുപോയ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ഇന്നും ലോകത്തിലെ എല്ലായിടത്തും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എവിടെ പോയാലും മലയാളികളുണ്ട്. ഹല്ലേലൂയ. അത് ഏത് രാജ്യമെന്നല്ല, ഏത് രാജ്യത്തിലെയും ഏത് സംസ്ഥാനത്തിലെ ഏത് പട്ടണങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഒരു മലയാളിയെങ്കിലും മിനിമം ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു കുടുംബം, ഒരു ദേശം, ഒരാഘോഷം ആഘോഷിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, ഒരു വിവാഹം. അപ്പോൾ ഇവിടെ വിവാഹത്തിലേക്ക് യേശു കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫെസ്റ്റിവലാണ്, ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് വ്യത്യസ്തമായി നാം ചിലത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഘോഷത്തിലൊന്നുണ്ടായി, പുറമെ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ ഈ ആഘോഷം കണ്ടക്ട് ചെയ്യുന്ന വീട്ടിനകത്തുള്ളവർ വളരെ ടെൻഷനിലായിരുന്നു. ഹല്ലേലൂയ. അവരോരോരുത്തരും വളരെ ആശങ്കയിലായിരുന്നു. കാരണം പുറത്ത് പാട്ട്, നൃത്തം, ഘോഷം, ഭയങ്കര ഉത്സാഹവും ഉല്ലാസവും. ആമേൻ. എല്ലാവരും ഫുഡ് കഴിക്കുന്നു, വീഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുക. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറയിൽ അല്ലെങ്കിൽ അതിനകത്തളത്തിൽ നോക്കിയപ്പോൾ ഈ പാർട്ടി കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഴ്സ് എല്ലാം വളരെ ആശങ്കയില്ല. കാരണം വീഞ്ഞെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. വീഞ്ഞിൻ്റെതായിട്ടുള്ള വില വർദ്ധിക്കുന്നതും രുചി വർദ്ധിക്കുന്നതും അതിൻ്റെതായിട്ടുള്ള വാല്യൂ, അതിൻ്റെതായിട്ടുള്ള വില വർദ്ധിക്കുന്ന എപ്പോഴും ചോദിച്ചാൽ അതിൻ്റെ പഴക്കത്തിനനുസരിച്ചാണ്. എത്രത്തോളം പഴക്കം കൂടുമ്പോൾ അത്രത്തോളം വീഞ്ഞിന് എന്തുണ്ടാവും? വീര്യം. അതെ, വീര്യം കൂടും. വീര്യം കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? അതിൻ്റെ വിലയും വർദ്ധിക്കും. അപ്പോൾ ഇത് കാലം കൂടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത്. പക്ഷേ ഇവർ എല്ലാം ഓർഡർ ചെയ്തു. പക്ഷേ ഓർഗനൈസേഴ്സ് വളരെ കുറച്ച് വീഞ്ഞേ കൊണ്ടുവന്നുള്ളൂ. അവർ വിചാരിച്ചു കുറച്ച് ആൾക്കാരെ വരത്തുള്ളൂ, എല്ലാവരും ഒന്നും വരാനൊന്നും സാധ്യതയില്ല. കാനായിലല്ലേ ഈ കല്യാണം നടക്കുന്നത്, യഹൂദിയയിലോ അല്ലെങ്കിൽ യെരൂശലേമിലോ ഒന്നുമല്ല, കാന എന്ന് പറയുന്ന സ്ഥലത്തല്ലേ. അപ്പം അങ്ങനെ ഒത്തിരി ആളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് ചുരുക്കം വീഞ്ഞ് മാത്രം അവർ കരുതിയിരുന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്നു. ഏറ്റവും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത യേശു വരെ അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഒന്നും മനസ്സിലായി കാണത്തില്ല. പക്ഷേ കുറച്ച് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്തിൽ എൻ്റെ ആദ്യത്തെ മാസം തന്നെയും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിങ് ആയിരുന്നു, ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിങ് അല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ താമസിക്കാനായിട്ട് ക്രമീകരിച്ചിരുന്ന വ്യക്തികളൊക്കെ അവസാന നിമിഷമായപ്പോൾ ചറുകി മാറി. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഒറ്റയ്ക്കാണ് റെൻ്റ് അടയ്ക്കണം, കാരണം അഡ്വാൻസ് ഒക്കെ പേ ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ എന്താ അഡ്വാൻസ് പേ ചെയ്തു, ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞു, അപ്പോൾ ഒറ്റയ്ക്ക് 1 മാസത്തെ റെൻ്റ് അടയ്ക്കണം, ഒറ്റയ്ക്ക് കഴിയണം എന്നൊക്കെയുള്ള അവസ്ഥയായി. വളരെ എന്താ, ഞാൻ മാനസികമായി അല്ലെങ്കിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയത് അതിൻ്റെതല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്സൊക്കെ അവസാന സമയത്തായപ്പോൾ എന്താ കാല് മാറിയപ്പോൾ ഭയങ്കര വേദനയായി തോന്നി, വളരെ നിരാശ തോന്നി, വളരെ സങ്കടമൊക്കെ തോന്നി, കരയുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, അവൻ എല്ലാ സങ്കടവും എല്ലാ ദുഃഖവും എല്ലാ പ്രയാസവും നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, സമ്മതിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന് സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾക്കും സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചലഞ്ചസിനൊക്കെ ലിമിറ്റുണ്ട്. എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടെന്നല്ല, ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്ന സ്ഥിതിഗതികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ആദാം എന്ന് പറയുന്ന മാത്രം ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ കർത്താവിന് മനസ്സിലായി അവൻ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് കാര്യമാകുന്നില്ല. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം അവൻ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റുമെന്നൊരു സംശയം, അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, എന്തോ ഒരു കുറവ് പോലെ, എന്തോ ഒരു വോയിഡ്, എന്തോ ഒരു ശൂന്യത ദൈവത്തിന് മനസ്സിലാക്കുകയും അങ്ങനെ ആദാമിന് ഒരു കൂട്ടുകാരിയായി, ഒരു സപ്പോർട്ടായി, സന്തോഷത്തിന് വേണ്ടി, വചനം ഇനി വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ പ്ലഷറിന് വേണ്ടി, പ്രമോദങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് സൃഷ്ടിച്ചു? ആർക്കും അറിയത്തില്ലേ? ആരെയും സൃഷ്ടിച്ചേ? ഹവ്വയെ സൃഷ്ടിച്ചു. അപ്പോൾ നമ്മുടെ തുടക്കം മുതൽ തന്നെ, ആദ്യം മുതൽ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ മനുഷ്യനും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനുഷ്യനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്യാനാണ്. ആമേൻ, ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടെയാണ് നമ്മുടെ വേദനകൾ നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒന്നാണ്. ആമേൻ. നമ്മളെ കൊണ്ട് താങ്ങുവാനായി, നമ്മെ കൊണ്ട് എടുക്കുവാനേ കഴിയാത്ത ഭാരം അവിടെ അഹങ്കരിച്ചു കൊണ്ടോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ അന്തസ്സ് നോക്കിയോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയോ ഒറ്റയ്ക്ക് കൊണ്ട് കിടക്കേണ്ട അവസ്ഥകളല്ല. കാരണം മനുഷ്യരെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്ത് ജീവിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായില്ല. ഒരു കുടുംബജീവിതം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുറേ പ്രാരാബ്ദങ്ങളുണ്ടല്ലേ. കുടുംബത്തെ നോക്കണം, കുട്ടിയെ നോക്കണം, കുട്ടിയുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തികം, കുടുംബത്തിൻ്റെതായിട്ടുള്ള ഹെൽത്ത്, ഇതൊക്കെ ഒരു ഗ്രഹം നോക്കുന്ന അല്ലെങ്കിൽ ഗ്രഹഭരണം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അവിടെ ഒരു പുരുഷൻ മാത്രമാണെങ്കിലും അതിനെന്തുണ്ട്? പരിധിയുണ്ടോ? ഉണ്ട്. എല്ലാം കൂടെ ഒരു വ്യക്തിക്ക് നോക്കിയെടുത്താൻ പറ്റുമോ? പറ്റില്ല. ചെയ്യുന്നവരുണ്ട്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ഹല്ലേലൂയ. എല്ലാം ഒറ്റയ്ക്ക് പറ്റത്തില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അച്ഛൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ, മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഉത്തരവാദിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ആ കുടുംബം എന്നതിൻ്റെതായിട്ടുള്ള ഭാരങ്ങളും നല്ല കാര്യങ്ങളും നല്ല അനുഭവങ്ങളും ഭാരങ്ങളും, അത് മറക്കരുത്. നല്ല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും, അതുപോലെ ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിൽ അന്യോന്യം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു ഫാമിലി ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പല ഫാമിലീസിനും നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നതിന് പിന്നിലുള്ളത് ബാലൻസ് തെറ്റുമ്പോഴാണ്. കാരണം ഒരു വശത്തിൽ ഉത്തരവാദിത്തങ്ങളെല്ലാം അടിഞ്ഞു കിടക്കുന്നു, മറ്റൊരു വശത്ത് ഒരു ഉത്തരവാദിത്തമില്ലാതെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ചിലരൊക്കെ കഴിയുന്ന അവസ്ഥ. മനസ്സിലായോ? ചില കുടുംബങ്ങളിൽ എല്ലാ ഭാരവും ഭർത്താവാണ് ചുമക്കുന്നത്, ഭാര്യ ഒന്നും നോക്കത്തില്ല അല്ലേ. ചിലയിടത്ത് ഭാര്യയാണ് എല്ലാം നോക്കുന്നത്, ഭർത്താവ് കുടുംബത്തെ പറ്റി ഉത്തരവാദിത്വം ഇല്ലാത്ത വ്യക്തിയാകാം. ചിലയിടത്ത് രണ്ടുപേരും ഉത്തരവാദിത്വം ഇല്ലാതെ വരുമ്പോൾ ആരാ പിന്നെ? മക്കളാണ് അവിടെ ഉത്തരവാദിത്വം എടുക്കുന്നത് അല്ലേ. ഇങ്ങനെ തുടങ്ങി ബാലൻസ് തെറ്റുന്ന പല കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കകത്താണ് പലപ്പോഴും തർക്കവും ഭിന്നതയും അനൈക്യതയും അസമാധാനവും സ്നേഹമില്ലായ്മയും അകൽച്ചയൊക്കെ നമുക്ക് കാണുവാനേ കഴിയുന്നത്. ശരിയാണോ? ശരിയാണോ? ആണ്. പക്ഷേ ഒരു കുടുംബത്തെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഭർത്താവ് ചെയ്യേണ്ട കാര്യം, ഭർത്താവിന് എന്തും ചെയ്യാം കേട്ടോ. ചില വീട്ടിൽ ഭർത്താവാണ് വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്. ഭർത്താവ് തൂക്കും, തുടയ്ക്കും, പാത്രം കഴിവും, പാചകം ചെയ്യും, ഭാര്യ ജോലിക്ക് പോകും. അങ്ങനെയെങ്കിലും ചെയ്താൽ അത്രയ്ക്ക് നല്ലത്. അല്ലാതെ ഇനി പാത്രം കഴിവലും തുണി കഴിവലും തൂപ്പ് തുടപ്പ് പിന്നെ ജോലിയും കൂടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് TV മാത്രം കണ്ടുകൊണ്ടിരുന്ന അത് ശരിയാവില്ല. ഹല്ലേലൂയ. ഒന്നുകിൽ നിങ്ങൾ വീട്ടുകാര്യം നോക്കിയിട്ട് ഭാര്യയെ ജോലിക്ക് വിടണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയിട്ട് വീട്ടുകാര്യം നോക്കാനായിട്ട് ഭാര്യയെ ഏൽപ്പിക്കുക. പിന്നെ
വീട്ടുകാരിയോ പിന്നെ ജോലിക്കാരും രണ്ടുപേരും ഒരുമിച്ച് നോക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അത്രയും നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ആ ബാലൻസ് തെറ്റി എല്ലാം നമ്മൾ ഒരു വ്യക്തിയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് ചില വീട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായി കുഴി ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ട്. ഞാനും ഈ റൂംമേറ്റ്സൊക്കെ ആയിട്ട് ജീവിച്ചോണ്ടെന്നറിയാം. നമ്മൾ ആദ്യമേ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റാത്തതെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അതായത് എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ ആക്ച്വലി കിച്ചൺ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ, എങ്കിലും അവരും മാസത്തിലൊരിക്കലെങ്കിലും കിച്ചൺ വൃത്തിയാക്കണം. ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യും. കൂടുതലും ഞാനാണ്, കാരണം ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കൂല. എൻ്റെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ അടുക്കള വൃത്തിയാക്കുന്നു, ഹോൾ റൂമിൽ ഞാൻ കിടക്കുന്നുണ്ട്, ഹോൾ റൂം ഞാൻ വൃത്തിയാക്കുന്നു. അവർ ഫ്രണ്ട്സ് വരുമ്പോൾ അവർ ഈ ഹോളിലാണ് താമസിക്കുന്നത്, അതിൽ ഞാനാണ് വൃത്തിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വൃത്തിയാക്കൂല. അപ്പോൾ ഫ്രിഡ്ജ് അത്ര ഉപയോഗിക്കാത്ത വേറൊരാളാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു ബാലൻസ് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഞാനും തൂക്കാതെയും തുടയ്ക്കാതെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ അത്രയും നല്ല സ്നേഹവും ബന്ധമുള്ളതുകൊണ്ട് എൻ്റെ റൂംമേറ്റ്സും വന്ന് എനിക്ക് തുടച്ചും തൂത്തൊക്കെ തരാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല റൂംമേറ്റ്സിനെയാണ് ദൈവം നൽകിയാണ്ട് വഴക്കും അടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഓക്കെ ആയിരുന്നു. ഹല്ലേലൂയ. ആ ബാലൻസ് മനസ്സിലാക്കി. പക്ഷേ ഈ ബാലൻസ് നഷ്ടപ്പെടുമ്പോഴാണ് കലഹമുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, അന്യോന്യം സഹായത്തോടു കൂടെ മാത്രമേ മനുഷ്യന് നല്ലൊരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മളെല്ലാവരും നിസ്സഹായ അവസ്ഥയിലേക്ക് ആകുന്ന അവസരങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അത് സാധാരണമാണ്. അല്ലാതെ എല്ലാവരുടെ ജീവിതം എല്ലാം കൊണ്ട് നിറഞ്ഞ് ഓക്കെ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും പോകത്തില്ല. ഹല്ലേലൂയ. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഇന്ന് വന്ന ആ പാർട്ടീസിനായാലും എനിക്കറിയാം എത്ര തവണ ഈ പ്രയർ ടവറിൽ ആമേൻ അതിൻ്റെ ശുശ്രൂഷകളെ സംബന്ധിച്ച് സെറ്റ് ചെയ്യാൻ തന്നെ എത്ര പ്രാവശ്യം വന്നെന്ന് എനിക്കറിയാം. ആമേൻ. അപ്പോൾ അതുപോലെ എത്ര സ്ഥലത്ത് അവർ യാത്ര ചെയ്ത് കാണും, എന്തെല്ലാം പ്ലാനിങ് ചെയ്ത് കാണും. ഓഡിറ്റോറിയത്തിൻ്റെ പ്ലാന്, ഫുഡിൻ്റെ കാറ്ററിംഗ് സർവീസിൻ്റെ പ്ലാന്, ഇൻവിറ്റേഷൻ കാർഡിൻ്റെ പ്ലാന്, ശുശ്രൂഷയുടെ കാര്യങ്ങൾ, പിന്നെ ഓരോന്നിൻ്റെ ഫൈനാൻസിങ്, ബഡ്ജറ്റിങ്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി, പിന്നെ ഷോപ്പിംഗ് ഉണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ. മാസങ്ങളുടേതായിട്ടുള്ള പ്രിപ്പറേഷനാണ്, ചിലയിടത്തൊക്കെ വർഷങ്ങളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ അത്രത്തോളം കാത്തിരുന്ന് ചെയ്ത ഒരു സംഭവമാണ് ഒരു കല്യാണം അല്ലേ? ഇവിടെ ഈ കാനായിലെ കല്യാണം. പക്ഷേ അത്രത്തോളം പ്രിപ്പയർ ആയിട്ട് പോലും, അത്രത്തോളം പ്ലാൻ ചെയ്തിട്ട് പോലും എല്ലാം ശരിയായെന്ന് കരുതി, പക്ഷേ അവിടെ ശരിയായോ? ഇല്ല, എവിടെയോ ഒരു പാളിച്ച പറ്റി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല, ചിലയിടത്തൊക്കെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചിലർക്ക് ശരിയാകാറില്ല. ശരിയല്ലേ? നമ്മൾ എത്രയൊക്കെ ഒരുങ്ങിയാലും എത്രയൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാറില്ല. അവിടെ നമ്മുടെ പ്രിപ്പറേഷൻ തെറ്റിയതല്ല, അവിടെ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആകാത്തതല്ല, അതിലുപരിയായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കാനായിലെ കല്യാണ വീട്ടിൽ അവർ വർഷങ്ങളും മാസങ്ങളും ഒരുപാട് പ്രിപ്പയർ ചെയ്ത് ഒരുപാട് പ്ലാൻ ചെയ്തു. എങ്കിലും അവിടെ ഒരു കുറവ് വന്നപ്പോൾ അവർ വിചാരിച്ചു ഇതെൻ്റെ നാണക്കേടുള്ള ഒരു കാര്യമാണ്, ഇതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നാണക്കേടാണ്, ഇതെൻ്റെ ജീവിതത്തിലൊരു നിന്ദയാണ്, ആൾക്കാരെന്ത് വിചാരിക്കും, അവർ എന്ത് പറയും എന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ആമേൻ താഴേക്ക് വായിച്ചു വന്നപ്പോൾ നമുക്ക് എന്താ അവിടെ കാണുവാനേ കഴിഞ്ഞത്? ഒരു ഭാഗത്ത് നാണക്കേടിലേക്ക് പോകുമെന്ന് ആമേൻ മാനുഷികമായി ചിന്തിച്ച അതേ സ്ഥാനത്ത് ദൈവം മാനിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് വിരുന്ന് വഴി പറഞ്ഞത്? ആമേൻ സാധാരണയായി എല്ലാ കല്യാണ വീട്ടിലും ആദ്യം നല്ല അടിപൊളി വീഞ്ഞു കൊടുക്കും അല്ലേ? എന്നിട്ട് ഇവരെല്ലാം മത്ത് പിടിപ്പിച്ചതിന് ശേഷം ഇവർക്കാരും ലെക്കും ബ്രേക്കൊന്നും കാണൂല. പിന്നെ അപ്പോൾ ലെക്കും ബ്രേക്കും വരാതെ വരുമ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ സെക്കൻഡ് ക്വാളിറ്റി ആണ് കൊടുക്കും. അപ്പോൾ ആരും കുറ്റം പറയില്ല, കാരണം ആദ്യം നല്ല സാധനം കിട്ടി. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടെ വിരുന്ന് വഴി പറയാ, അവൻ തന്നെ അതിശയിച്ചു പോയി. സാധാരണ എല്ലാ വീട്ടിലും ഇങ്ങനെയാ സംഭവം, പക്ഷേ ഇത്രയും നല്ല വീഞ്ഞ് നിനക്ക് എങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റിയെന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്ഥലത്ത് വിചാരിച്ചു വീഞ്ഞു കൊടുക്കാതെ എൻ്റെ മക്കളുടേതായിട്ടുള്ള വിവാഹം നടത്തേണ്ടി വരുമോ? പക്ഷെ ദൈവം പറഞ്ഞു ഇല്ലാന്നേ. അവൻ വീഞ്ഞ് തീർന്നു പോകുന്നു നിനക്ക് തോന്നും, പക്ഷേ നീ കൊടുത്ത വീഞ്ഞിനേക്കാളും അടിപൊളി വീഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും അവസാനിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണ്, അത് അവസാനമല്ല, ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളുടെ തുടക്കമാണ്. ആമേൻ. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു, പക്ഷേ അതായിരുന്നു ദൈവപ്രവൃത്തിയുടെ തുടക്കം. ഒന്ന് നമുക്കതിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത് ഇപ്രകാരമായിരുന്നു, റീച്ച് ഔട്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയാത്ത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് നമ്മൾ സ്വാഗതം ചെയ്യണം. മനുഷ്യരോട് ഹെൽപ്പ് ചോദിക്കാം, പക്ഷെ ചിലയിടങ്ങളിൽ മനുഷ്യനും കഴിയുന്നതിന് പരിധിയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അവൻ വീഞ്ഞ് തീർന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. സൊമാറ്റോ, സ്വിഗ്ഗി, സെപ്റ്റോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. വീഞ്ഞ് വേണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരുന്നാലേ ഡെലിവറി എത്തത്തുള്ളൂ. അതും ഇനി അത് വേണമെന്ന് ഓർഡർ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ദിവസങ്ങൾ വരെ ആ മെസ്സേജ് എത്താൻ. അപ്പോൾ മനുഷ്യനാൽ അസാധ്യമായൊരു സമയമായിരുന്നു.
അവിടെയാണ് എന്ത് സംഭവിച്ചത്? ആമേൻ, മറിയ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? പതിയെ യേശുവിൻ്റെ അടുത്ത് ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വീഞ്ഞ് തീർന്നു ഏട്ടാ, വീഞ്ഞ് തീർന്നു ഏട്ടാ എന്നിങ്ങനെ യേശുവിനോട്, അത് വായിച്ചാൽ അറിയാം കേട്ടോ. വീഞ്ഞ് തീർന്നു പോയി, നീ ഒരു അത്ഭുതം ചെയ്യണമെന്നൊന്നും അല്ല അവിടെ പറയുന്നത്. അമ്മ മോനോട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു, വീഞ്ഞ് തീർന്നു എന്നാണ് റൂമേഴ്സ് കേട്ടോ എന്നിങ്ങനെ പോയി പറയുവാനിടയായി തീർന്നു. കർത്താവ് കൊടുത്ത റിപ്ലൈ തന്നെ എന്നായിരുന്നില്ല. അതിലിവരെ യേശു കൊടുത്ത മറുപടി ഇപ്രകാരം, സ്ത്രീയെ, എൻ്റെ സമയം വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് ഓരോ വാക്യമാക്കിയായിട്ട് നമ്മൾ ധ്യാനിച്ചു പോവാണ്. ഒന്ന് കൂടെ വരണേ. അപ്പോൾ വീഞ്ഞ് തീർന്നു പോയത് സംഭവം മറിയ അറിഞ്ഞപ്പോൾ യേശുവിനോട് ഷെയർ ചെയ്യാൻ മനസ്സ് കാണിച്ചു. അതായിരുന്നു അത്ഭുതത്തിൻ്റെ ഒന്നാമത്തെ പടി. ആമേൻ, ഹല്ലേലൂയ. ഇനി യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പടി എന്ന് പറഞ്ഞാൽ യേശുവിനെ ആ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ആമേൻ. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോഴാണ് നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായി അവിടെ ഒരു ഉത്സവമായിരുന്നു, അവിടെ ഒരു ആഘോഷമായിരുന്നു. ഈ ആഘോഷത്തിൽ വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങൾ മാത്രം ആഘോഷിക്കാതെ ആമേൻ യേശുവിനെയും കൂടെ സ്വാഗതം ചെയ്യാൻ അവർ മനസ്സ് കാണിച്ചു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ആ കാറ്റഗറിയിലാണ് വരുന്നത്, ഞാൻ വിശ്വസിച്ചോട്ടെ. കാരണം ഇന്ന് വീട്ടിൽ ഇരുന്ന് നമുക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കാമായിരുന്നു. പക്ഷേ അതിലുപരിയായി ഇന്ന് യേശു ഉള്ളെടുത്ത് വന്ന് അവൻ യേശുവിനോടൊപ്പം ആഘോഷിക്കാൻ, യേശുവിനോടൊപ്പം ആമേൻ ആ നല്ല സമയങ്ങളെ വേർതിരിക്കാൻ, യേശുവിനോടൊപ്പം ആനന്ദിക്കുവാൻ, യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് സന്തോഷിക്കുവാൻ ഇന്ന് കടന്നു വന്നിരിക്കും. ഒന്ന് മനസ്സിലാക്കിക്കോണം, നിന്റെ നല്ല അനുഭവങ്ങളിലും നിൻ്റെതായിട്ടുള്ള ജീവിതത്തിലുള്ള ഫെസ്റ്റിവൽസിൽ, സെലിബ്രേഷനിൽ, പാർട്ടിയിൽ ആമേൻ യേശുവിനെ ക്ഷണിക്കുമ്പോൾ ഒന്ന് സംഭവിക്കും, നിൻ്റെതായിട്ടുള്ള ചിന്ത എത്താത്ത ഇടങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി സകലതും കരുതും. മനസ്സിലായോ എന്നറിയത്തില്ല. അവിടെ ആദ്യം പ്രശ്നം ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. എങ്കിലും ആമേൻ വീട്ടുകാർ എന്ത് ചെയ്തു? യേശുവിനെ സ്വാഗതം ചെയ്തു. ആമേൻ. എല്ലാം അവസാനിച്ചപ്പോഴല്ല യേശുവിനെ സ്വാഗതം ചെയ്തത്. ശ്രദ്ധിക്കുക. വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞപ്പോഴല്ല. ആമേൻ. ഷാലോമിന്റെ പ്രെയർ ലൈനിനടുത്ത് വിളിക്കുന്നത് പോലെ 94003118 കോൾ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട്, യേശു കർത്താവേ ഒന്ന് ഇങ്ങോട്ട് വരണേ എന്നെല്ലാം തീർന്നപ്പോഴല്ല വിളിച്ചത്. നല്ല രീതിയിൽ ലൈഫെല്ലാം സെറ്റായിരുന്നപ്പോഴെന്ത് ചെയ്തു? യേശുവിനെ സ്വാഗതം ചെയ്തു. ഇതൊരു ലെസൺ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറവ് വരുമ്പോഴല്ല, നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകുമ്പോഴും ദൈവമില്ലാത്തൊരു ആനന്ദം നമുക്ക് വേണ്ട. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉല്ലസിക്കുവാനും സന്തോഷിക്കുവാനും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല അനുഭവങ്ങൾ വരുമ്പോൾ ദൈവമില്ലാത്ത സെലിബ്രേഷൻസ് നമുക്ക് വേണ്ട, ദൈവമുള്ള സെലിബ്രേഷൻസ് നമുക്ക് മതി. എത്ര പേർക്ക് ആമേൻ പറയുവാനേ കഴിയും? ആമേൻ. അപ്രകാരം ഈ വീട്ടുകാർ അങ്ങനെ തീരുമാനിച്ചതിലൂടെ അവരെ നിന്ദിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവർ അവരുടേതായിട്ടുള്ള നന്മയിലും ദൈവത്തെ കൂട്ടുപിടിച്ചപ്പോൾ ആമേൻ കർത്താവ് കൈവിടുന്നവനല്ല. കാരണം വചനം വിളിച്ചു പറയുന്നു, അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നന്മയായിക്കോട്ടെ, തിന്മയായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ഉയർച്ചയായിക്കോട്ടെ, താഴ്ചയായിക്കോട്ടെ, കൂറിലായിക്കോട്ടെ, അവൻ പർവ്വതത്തിന് മുകളിലായിക്കോട്ടെ, താഴ്വരയിലായിക്കോട്ടെ, എവിടെയായാലും നിന്നെ കൈവിടാതെ നടത്തുന്ന ഒരേ ഒരുവൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ജീനിയല്ല. അവൻ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം പൂർത്തീകരിച്ച് തരുന്ന ഒരു മിറക്കിൾ വർക്കർ, അല്ലെങ്കിൽ ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സൗഖ്യമാക്കുന്ന വ്യക്തി, നമ്മെ അനുഗ്രഹിക്കുന്ന വ്യക്തി, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളെ നടത്തുവാനുള്ള ഒരു പ്രത്യേക ടൂളോ ഒരു പ്രത്യേക ആയുധമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ബന്ധമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. വീട്ടിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭർത്താവും ഭാര്യയും തമ്മിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? അങ്ങേര് പോയി പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കണം, അതാണോ? അല്ലെങ്കിൽ അവൾ എനിക്കുള്ള തുണിയും കഴുകി, എനിക്ക് പാത്രവും കഴുകി, ഫുഡ് വെച്ച് തരണം, അതിനാണ് ഞാൻ അവളെ കെട്ടിയത്, ഇതാണോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു സ്നേഹബന്ധം, അല്ലേ? മക്കള് പേരൻസിൽ നിന്ന് നല്ല മക്കളാണെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടി അവർ വേർപ്പൊലിച്ച് വേർപ്പിനെ രക്തമാക്കി പൈസ തന്നുകൊണ്ടിരിക്കണം. ഞാൻ ടൂറ് പോവും, ഞാൻ പഠിക്കും, ചിലപ്പോൾ പഠിക്കൂല, എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അതാണോ? അല്ല. മക്കൾ ആഗ്രഹിക്കുന്നത് എനിക്കൊരു അപ്പനെയാണ്, എനിക്കൊരു അമ്മയാണ്, ആ സ്നേഹമാണ് എനിക്ക് ആവശ്യം. ഇനി മാതാപിതാക്കളായാലും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ പോയി ജോലിക്ക് പോയിട്ട് എനിക്ക് 5 രൂപ തരൂല, ഒരു ഉഴുന്നുവട പോലും വാങ്ങിച്ചു തരൂല, ഇതാണോ? അല്ല. മാതാപിതാക്കൾ
ഉഴുന്നോടെ തന്നില്ലെങ്കിൽ അമ്മ എന്നൊന്ന് വിളിച്ചാൽ മതി എന്നാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ശരിയാണോ? ആണോ? തീർച്ചയായും ദൈവവും ആഗ്രഹിക്കുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ളത്, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തോട് കൂടെ നമുക്ക് നടക്കുവാനേ കഴിയണം. ബൈബിളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പേരാണ് ഹാനോക്ക്, മറ്റൊരു വ്യക്തിയുടെ പേരാണ് ഏലിയാവ്, മറ്റൊരു വ്യക്തിയുടെ പേരാണ് ദാവീദ്. ഇവരുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഏലിയാവും ദൈവത്തോട് കൂടെ നടന്നു. ഇനി ഇയ്യോബിനെ എടുത്താലും ഇയ്യോബ് ദൈവത്തിൻ്റെ മുൻപിൽ അവനൊരു നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിച്ചു. ദാവീദിനെ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ചു. അപ്പം ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ ഭാഗവും ദൈവമുള്ളതായി തീരണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ നമ്മൾ ഉറങ്ങുന്നത് വരെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്രകാരം ഇന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇല്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, ഞാൻ ദൈവത്തിനു വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട്, ഞാൻ ദൈവത്തെ എൻ്റെ എല്ലാ കാര്യത്തിലും കൂട്ടുപിടിക്കാറുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പോടുകൂടെ ഇന്ന് പകൽക്കാലം സാക്ഷീകരിക്കുവാനേ കഴിയുമെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ, നിങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ, നിങ്ങളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം നിങ്ങളോട് കൂടെയുള്ളവനൊരു പ്രത്യേകതയുണ്ട്, അവൻ നിന്നെ കല്ലിൽ കാല് തട്ടാതവന് കൈകളിൽ വഹിക്കുന്നവന്, സിംഹത്തിന്റെ നടുവില് പെരുമ്പാമ്പിന്റെ നടുവിൽ നിന്നെ അകപ്പെടുവാൻ അനുവദിക്കാതവന്, അതിന്റെ മധ്യത്തിലൊക്കെ നിനക്ക് രക്ഷ നൽകുന്ന ദൈവമത്രേ അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സന്തോഷകരമായ അവസരത്തിലും യേശുവിനെ സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, അവനൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയല്ല. ഞാൻ യേശുവിനെ സ്വാഗതം ചെയ്തു, ഞാൻ യേശുവിനെ കൂട്ടുപിടിച്ചു, ഞാൻ യേശുവിനെ ക്ഷണിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോയി? എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ രോഗം വന്നു? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തോട് ആരാധിക്കാറുണ്ട്, ഞാൻ ദൈവവുമായി നല്ലൊരു ബന്ധം വിശ്വാസത്താൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്, എങ്കിലും എന്തുകൊണ്ട് ഈ കടബാധ്യത എൻ്റെ കുടുംബത്തിൽ കടന്നു വന്നു? ഒരുപക്ഷെ ഇപ്രകാരം വിവിധമായ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ കാനായിലെ കല്യാണ വീട്ടിൽ അവർക്കും ചോദിക്കാനുള്ള ചോദ്യം ഇതായിരുന്നു, ഞാൻ യേശുവിനെ സ്വാഗതം ചെയ്തു, എന്നിട്ടും എൻ്റെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയല്ലോ. ഇന്ന് ആരോഗ്യമൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ക്യാമ്പിൽ പങ്കെടുത്തു, ഞാൻ ഹീലിംഗ് പ്രേയർ പങ്കെടുത്തു, ഞാൻ സ്പെഷ്യൽ പ്രേയർ പങ്കെടുത്തു, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥന നടത്തു, ഞാൻ എല്ലാ ദിവസവും മിഷൻ ബോക്സിൽ കാണിക്കേടും. എന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതം ഇങ്ങനെ, എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ സംഭവിച്ചു പോയി? ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങളുടെ മുൻപിൽ വളരെയധികം പ്രയാസപ്പെടുന്ന വേദന അനുഭവിക്കുന്ന, ഭയങ്കര ഉത്സവവും സന്തോഷത്തിൻ്റെ ദിവസമൊക്കെയാണ്, എനിക്കറിയാം. ഇതൊന്നും കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എങ്കിലും ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്. ഹല്ലേലൂയ. ഇതിനകത്ത് ആർക്കൊക്കെയോ ഉത്സവവും എല്ലാം ഉണ്ടായിട്ടും പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഉത്സവം ഇല്ല, സ്വന്തം വീട്ടിൽ സന്തോഷമില്ല. കാരണം ഈ വർഷത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ നഷ്ടങ്ങൾ മാത്രം ജീവിതത്തിൽ. പ്രതീക്ഷിച്ചതുപോലെ ഈ സെഷനിൽ ഉയരാം, ഈ ഒരു കാലയളവിൽ എനിക്ക് ഒരുപാടൊന്ന് വർദ്ധിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തു, ആഗ്രഹിച്ചു, സ്വപ്നം കണ്ടു. പക്ഷെ അതൊന്നും കഴിയാതെ നേരെ ഓപ്പോസിറ്റ് എല്ലാം പൂട്ടിക്കെട്ടി ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിൽ ചിലയിടത്തൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. കാനായിലെ കല്യാണ വീട്ടിൽ അതായിരുന്നു സംഭവിച്ചത്. യേശുവിനെ സ്വാഗതം ചെയ്ത് എന്നിട്ടും വീഞ്ഞ് തീർന്നു പോയി. ഇന്ന് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴാരംഭിക്കുന്നത് ചോദിച്ചാൽ, എവിടെയാണോ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ തീരുന്നോ അവിടെ ദൈവപ്രവൃത്തി ആരംഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തെ സ്വാഗതം ചെയ്ത് ദൈവത്തെ ക്ഷണിച്ചത്, നീ ദൈവത്തെ കൂട്ടുപിടിച്ചത് വെറുതെ അല്ല. നീ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടും ചിലയിടത്തൊക്കെ നിനക്ക് അവസാനിച്ചു പോയി, ചിലയിടത്തൊക്കെ എല്ലാം തീർന്നു പോയി, ചിലയിടത്തൊക്കെ നിനക്ക് നഷ്ടം മാത്രമായിരിക്കാം. നിരാശപ്പെടേണ്ട, ദൈവത്തിന് ചിലത് ചെയ്യാനായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എല്ലാം അറിയുന്നവനാണല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോടും കുറേ പേര് കമൻസിലൊക്കെ കുറേ നിരീക്ഷണവാദികളൊക്കെ പല കമൻസൊക്കെ ഇട്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ചിലരൊക്കെ ചോദിച്ചത് ഇപ്രകാരമായിരുന്നു, ദൈവം ഓൾ നോയിങ് അല്ലേ, എല്ലാം അറിയുന്നവനല്ലേ, എങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരാതെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിച്ചൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ അകപ്പെടാതെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല? ദൈവത്തിന് അത്രയും കഴിവില്ലാത്തവനാണോ? ദൈവത്തിന് അത്രയും ശക്തിയില്ലാത്തവനാണോ നിങ്ങളുടെ ദൈവം? അങ്ങനെയുള്ള ദൈവം ഞങ്ങൾക്ക് എന്തിനാണ് എന്നൊക്കെ പലരും കമൻ്റൊക്കെ ഇടാനിടയായി തീർന്നു. ഇവിടെയും പലരും ചോദിച്ചു കാണാം അല്ലേ, ദൈവത്തെ വിളിച്ചിട്ട് എന്തായി? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്തായി? യേശു ഉണ്ടായിരുന്നിട്ട് എന്താ ഇവിടെ പ്രയോജനം? നഷ്ടം മാത്രമല്ലേ ഉള്ളൂ, എല്ലാം തീർന്നു പോയതല്ലേ ഉള്ളൂ.
ഇന്നൊന്ന് പറഞ്ഞോട്ടെ ദൈവമക്കളെ, ദൈവത്തിന് കഴിയാത്തതല്ല. ആമേൻ. ദൈവത്തെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഞാൻ വ്യക്തമാക്കാം. യോഹന്നാൻ 2:3 ബാക്കി അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീഞ്ഞ് പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് തന്നെ ആക്ച്വലി സ്ട്രെയിറ്റ് അവേ റിജക്റ്റ് ചെയ്യുക. എനിക്കിവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല, എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ എന്നൊരു രീതിയിലാണ് കർത്താവ് തന്നെ ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ? അതായത് യേശുവിൻ്റെ അമ്മ പോയി പറയാ വീഞ്ഞ് തീർന്നു. അപ്പം കർത്താവ് സ്ട്രെയിറ്റ് അവേ പറയാ, എനിക്കും നിനക്കും തമ്മിൽ എന്താ? എനിക്ക് സമയമൊന്നും ആയിട്ടില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ സമയമില്ല. നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ എനിക്കിപ്പോൾ ചെയ്യാൻ എന്തില്ല? സമയമില്ല, എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് തോന്നില്ല. അങ്ങനെ ഒരു അളവിലാണ് കർത്താവ് അവിടെ റിപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള റിപ്ലൈസ് വന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ വിചാരിച്ചു എനിക്കിപ്പോൾ ഈ രോഗം മാറണം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സ്ഥിതിഗതികൾ മാറണം, എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, ഇപ്രകാരം മാറ്റങ്ങൾ വരണം, അങ്ങനെ വരണം, ഇങ്ങനെ വരണം എന്നൊക്കെ പലതും നമ്മൾ പ്ലാൻ ചെയ്ത് കാണാം, പലതും നമ്മൾ എക്സ്പെക്ട് ചെയ്താണ്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം. പക്ഷെ ഞാനിന്ന് പറഞ്ഞോട്ടെ, യേശു അവിടെ അപ്പോൾ എൻ്റെ സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ താഴേക്ക് വരുമ്പോൾ യേശുവിൻ്റെ സമയം വന്നു. 7-ാമത്തെ വാക്യം, യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പക്ഷെ പറഞ്ഞു കാണാം എൻ്റെ സമയമായിട്ടില്ല. ഇപ്പോൾ ഒരു പക്ഷെ മൗനമായിരിക്കാം, സൈലൻസിൻ്റെ പീരീഡ് ആയിരിക്കാം, ഒന്നും കേൾക്കാൻ കഴിയുന്നില്ലായിരിക്കാം, ഒന്നും അനുഭവിക്കുന്നില്ലായിരിക്കും, ഒരനക്കവും ഇല്ലായിരിക്കാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോണ്, തക്ക സമയത്തിൽ ദൈവം നിറയ്ക്കേണ്ട സമയത്ത് നിറയ്ക്കുവാനായിട്ട് നമ്മളോട് അരുളി ചെയ്യും. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്യുക മാത്രമല്ല, നാം നിറച്ചു കഴിയുമ്പോൾ അതിനെ വീഞ്ഞാക്കുകയും ചെയ്യും. മനസ്സിലാകുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു എനിക്ക് അറിയത്തില്ല. ഒരിക്കൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ നാം വീണ്ടും പരിശോധിക്കണം. അവിടെ മറ്റൊരു വാക്യം നമുക്ക് 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനേ കഴിയും. യേശുവിൻ്റെ സഹോദരന്മാർ ഒരിക്കൽ, യേശുവിൽ വിശ്വാസമില്ല. കാരണം ഒരു വീട്ടിലല്ലേ ഇവർ വളർന്നത്, അതുകൊണ്ട് യേശുവിൽ വിശ്വാസമില്ല, യേശു ദൈവപുത്രനാണെന്ന് വിശ്വാസമില്ലായിരുന്നു. അത് കാരണം സഹോദരന്മാർ ചുമ്മാ കളിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യേശുവിനോട് പറഞ്ഞു, നീ പോയി യെരുശലേമിൽ പോയി നിന്നെ തന്നെ കാണിപ്പിൻ, നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ദൈവപുത്രനാണെന്നൊക്കെ എല്ലാവരും അറിയട്ടെ എന്ന് യേശുവിനോട് തൻ്റെ സഹോദരന്മാർ ആവശ്യപ്പെട്ടു. അപ്പോഴും കർത്താവ് പറഞ്ഞ ഒരൊറ്റ ഉത്തരം, എൻ്റെ സമയം വന്നിട്ടില്ല. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ ബഥാന്യ എന്ന് പറയുന്ന സ്ഥലത്ത് ലാസർ എന്ന് പറയുന്ന ഒരു സ്നേഹിതനും തൻ്റെ 2 സഹോദരിമാരും താമസിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു. ഒരു ദിവസമായപ്പോൾ ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചു. മരിച്ച വാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് അന്ന് ഫോണില്ല, വാട്സാപ്പ് ഇല്ല, മെയിലില്ല, ഒന്നുമില്ല. അന്ന് ആരെങ്കിലും പോയി പറഞ്ഞാൽ കാര്യം അറിയും. ഹല്ലേലൂയ. ബഥാന്യയിൽ നിന്ന് വളരെ ദൂരെയാണ് യേശു കർത്താവ് ആയിരിക്കുന്നത്. അപ്പം അത്രയും ദൂരം ഒരാൾ പോയി പറയാൻ തന്നെ എന്തെടുത്ത് കാണും? സമയം എടുത്ത് കാണും അല്ലേ? അപ്പോൾ സമയമെടുത്ത് ഒരാൾ പോയി യേശുവിൻ്റെ അടുക്കലേക്ക് പോയി പറയുക, ലാസർ മരിച്ചു. പക്ഷെ കർത്താവ് കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് നോക്കാം. വളരെ വേഗത്തിൽ നമുക്ക് ആ ഒരു വാക്യത്തിലേക്ക് പോകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. രാത്രിയിൽ നടക്കുന്നവന് അവൻ വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്, ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരെയും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. ഇവിടെ ശ്രദ്ധിച്ചോണേ, മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
ഹല്ലേലൂയ. കൂടെ വരുന്നുണ്ടോ? അപ്പം ഇവിടെ പുള്ളിക്കാർ പോയി എന്താ യേശുവിനെ അറിയിച്ചു, സംഭവം കഴിഞ്ഞു, ലാസർ മരിച്ചു. എന്നിട്ട് കർത്താവ് പറയാ, ലാസർ മരിച്ചു, നമ്മളൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴും കൂടെയുള്ള പാർട്ടീസിനൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല ആക്ച്വലി. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ അതും ഇതും പറയാം, അവനോടുകൂടെ മരിച്ചിട്ട് ഇനി സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഉയർത്തെഴുന്നേൽക്കുന്നതാണെന്നുള്ള ഒരു കാര്യമേ അവരുടെ ബുദ്ധി പോലും വന്നില്ല. കാരണം അത് അവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചില്ല. ഒരു വ്യക്തി, മരിച്ചുപോയ ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പം അങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയൊക്കെയോ കേട്ടിട്ട് അവൻ യേശുവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാർ കടന്നുപോയി. അങ്ങനെ യേശു ലാസറിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ മറിയ ഒരല്പം ഒരു സ്റ്റെപ്പ് അനങ്ങില്ല. കാരണം അവൾ നോക്കിയപ്പം യേശുവിന് ഞാൻ കൊടുത്ത ചോറിനും അവിയലിനും സാമ്പാറിനും നല്ല ചൂര മീൻ കറിക്കൊന്നും ഒരു അളവില്ല. കാരണം അത്ര പ്രാവശ്യമാണ് ഞാൻ യേശുവിനെ വിളിച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്നേഹിതനായിരുന്നു യേശു. എന്നിട്ടും ഈ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കേട്ടിട്ട് കണ്ണീ ചോരയില്ല. ആ ദിവസം വന്നില്ല, കുഴപ്പമില്ല, അടുത്ത ദിവസമെങ്കിലും വന്നൂടെ? അടുത്ത ദിവസവും വന്നില്ല. ആ കൊടുത്ത ചോറിനുള്ള ഉപകാരം പോലും ഉണ്ടായില്ല. 3-ാം ദിവസവും വന്നില്ല. 4-ാം ദിവസം കയറി വന്നെന്ന് പറഞ്ഞ് മറിയ വേദന കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവൾ എഴുന്നേറ്റില്ല. കാരണം അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ആള് മരിച്ചു. ഈ മരിക്കുന്നതിന് മുമ്പാണ് യേശു വന്നിരുന്നെങ്കിൽ അവന് സൗഖ്യം വരുമായിരുന്നെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ മരിച്ചുപോയി. ഇനി ഒരു പ്രതീക്ഷയില്ല. ഇനി യേശുവിൻ്റെ അടുക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അവസാന സമയങ്ങളിൽ എൻ്റെ സഹോദരൻ്റെ അടുക്കൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കുക. പക്ഷെ മാർത്ത ഒന്ന് ചെയ്തു. അവൾ ഓടിച്ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത ഒരു മറുപടിയുണ്ട്. 23-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത അവൻ 22-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം, അത് വിട്ടുപോയി. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, ഇവിടെ മാർത്തയോട് കർത്താവ് പറയാ, അവൻ ഇന്നലത്തത് നീ വിട്, പാസ്റ്റിനെ നീ വിട്, കഴിഞ്ഞു പോയത് വിട്. ഞാൻ ഇന്നലെ വന്നില്ലായിരിക്കാം, മെനിഞ്ഞാന്ന് വന്നില്ലായിരിക്കാം, അതിൻ്റെ മുമ്പിലത്തെ ദിവസം എനിക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷെ നീ പഴയത് വിട്, ഇന്നലത്തത് വിട്. നീ ഇന്നലെ പറ്റി എന്താണോ ചിന്തിച്ചത് അത് ഇന്നും നിനക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ആഗ്രഹിക്കാമെങ്കിൽ നിനക്ക് ഇന്നലെ കഴിയാത്തത് ഇന്ന് കഴിയും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നീ വിചാരിച്ചു ഇന്നലെ വന്നാലേ നടക്കത്തുള്ളൂ, മെനിഞ്ഞാന്ന് വന്നിരുന്നെങ്കിൽ നടക്കുമായിരുന്നു, എൻ്റെ ലോണ് കഴിഞ്ഞ ആഴ്ചയിൽ പാസ്സായിരുന്നെങ്കിൽ എനിക്ക് ഈ ആഴ്ച ക്രമീകരിക്കാമായിരുന്നു, എല്ലാം എനിക്ക് ഫീസ് അടയ്ക്കാമായിരുന്നു, എനിക്ക് എക്സാമിന് ഫീസ് അടയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് സ്ഥാപനം തുറക്കാമായിരുന്നു, എനിക്ക് സാധനം എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കടക്കാർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാമായിരുന്നു. ഇങ്ങനെ പലവിധമായി നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു കാണാം. പക്ഷെ പ്ലാൻ പ്രകാരം എല്ലാം നടന്നു കാണത്തില്ലായിരിക്കാം. നമ്മൾ വിചാരിച്ചു കാണാം, ആമേൻ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് സൗഖ്യം വരുന്നിരുന്നെങ്കിൽ എനിക്ക് വിദേശത്ത് പോകാമായിരുന്നു, ഈ വിസയ്ക്കുള്ള മെഡിക്കൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവം എനിക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു, എനിക്ക് സുഖമായി കടന്നു പോകാമായിരുന്നു. എന്തുകൊണ്ട്? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയാ, നിന്റെ ഇന്നലകളെ നഷ്ടങ്ങളെ ചൊല്ലി നീ ഭാരപ്പെടുന്ന ദിവസമാകരുത്. ആമേൻ. ഇന്നലെ നീ ആഗ്രഹിച്ചത് ഇന്നലെ നടന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നടത്തുവാൻ എൻ്റെ ദൈവം ശക്തനാ. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് വിളിച്ചു പറയാ, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാല് ദൈവം നിനക്ക് തരും. നീ ദൈവത്തോട് എന്ത് നീ ചോദിച്ചാല് അത് നിനക്ക് തരും. അത് ഇന്നലകളെ എൻ്റെ ദൈവം നോക്കത്തില്ല. ആമേൻ. ദൈവം നോക്കുന്നത് നീ വിശ്വാസത്തോടെ ചോദിച്ചാൽ നിനക്ക് നൽകിയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. ഒരു വലിയ ഒരു ചിന്തിക്കാത്തൊരു സംഭവമാണ് അവിടെ ആക്ച്വലി പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലായതില്ല. കാരണം നമ്മൾ ഈ ജനിച്ച കാലം തൊട്ട് സൺഡേ സ്കൂളിലും ലാസറിനെ എഴുന്നേൽപ്പിച്ചു, 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കേട്ട് കിടക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ പോലും, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും മരിച്ചെടുത്തൊന്നും ഉയർത്തെഴുന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്നായാലും നമ്മളൊരു മരണ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പേടിക്കണ്ടെന്നേ, ഞാൻ ഇപ്പം പ്രാർത്ഥിച്ച് ആളിപ്പോൾ എണീച്ച് വരും, പൗഡർ ഒന്നുകൊണ്ട് കൂടുതലൊന്നും ഇടരുത്, അങ്ങേർക്ക് അലർജി ഉള്ളതാണ്, ഇപ്പം ഞാൻ എഴുന്നേൽപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞ് ആരെങ്കിലും പോയി മരണ വീട്ടിൽ ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യോ? ചെയ്യാൻ വേണ്ടിയുള്ള വിശ്വാസത്തിനോട് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. പക്ഷെ നമ്മളെ വിശ്വാസം അനുസരിച്ച് നമ്മളൊന്നും ചെയ്യൂല. നമ്മളൊക്കെ പോയിട്ട് എന്നാലും നല്ലൊരു മനുഷ്യരുടെ പേര് പോലും അറിഞ്ഞുകൂടായിരിക്കും,
ആ മനുഷ്യൻ്റെ മോനെ ആയിരിക്കും അറിയാമല്ലോ, എന്നാലും നമ്മൾ പറയും നല്ല മനുഷ്യനായിരുന്നു. എന്നാലും അല്ലേ, ശരിയല്ലേ? നമ്മൾ സ്ഥിരം പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ഡയലോഗൊക്കെ ഉണ്ട് അല്ലേ? ഇതേ നമ്മൾ ചെയ്യൂ. അപ്പോൾ മാർത്തയും മറിയും ആക്ച്വലി എക്സ്പെക്ട് ചെയ്താണ്. മോളിൽ വായിച്ച കേട്ടില്ലേ, യഹൂദന്മാരെയൊക്കെ കുറേ പേരൊക്കെ വന്നു ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവന്മാരൊന്നും ആശ്വസിപ്പിച്ചില്ല, അവർ പരിഹസിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ മാർത്തയും വിചാരിച്ചു ഇനിയിപ്പോൾ യേശുവെങ്കിലും വന്ന് ആശ്വസിപ്പിക്കും, പറയും ലാസർ എൻ്റെ ഫ്രണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, അയ്യോ അകാലത്തിൽ പൊലിഞ്ഞു പോയല്ലോ നമ്മുടെ പ്രിയ സുഹൃത്ത് ലാസർ ബഥാനി എന്ന ദേശത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ലാസർ എന്ന് പറയാത്ത ആരുമില്ല ഈ ലോകത്തിൽ. വളരെ സങ്കടകരമായിട്ടുള്ളൊരു നിമിഷമാണിതെന്നൊരു അനുശോചനമൊക്കെ പറയുമെന്നാണ് മാർത്ത വിചാരിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കുമ്പോൾ, നിന്റെ കാഴ്ച കൊണ്ട്, നിന്റെ കേൾവി കൊണ്ട്, നിന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഒരുപക്ഷെ ഒരു അനുശോചനമെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നായിരിക്കാം നീ വിചാരിക്കുന്നത്. പക്ഷേ ആമൻ, എൻ്റെ പക്കലുള്ളത് ഒരു അനുശോചനമല്ല, ഞാൻ പുനരുത്ഥാനമാ, ഞാൻ ജീവനാ, ഞാൻ വഴിയാ, ഞാൻ സത്യമാ. അങ്ങനെയെങ്കിൽ ഇന്ന് നിനക്ക് ആമൻ ഒരു ഉയർത്തെഴുന്നേൽപ്പിനായി നിനക്കൊന്ന് വിശ്വസിക്കാനായി കഴിയുമെങ്കിൽ അനുശോചനമല്ല, അനുശോചനം നമുക്ക് പിന്നെയും പറയാം, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമീൻ. ഇന്നലകളിൽ ചില സംഭവങ്ങളൊന്നും നടന്നില്ല, ചിലതൊക്കെ ഫെയിലായി. അപ്പം നമ്മൾ ചെയ്യുന്നൊരു സംഭവമുണ്ട്, നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ പോകുള്ളൂ, ഇനിയിപ്പോൾ അത് വേണ്ട കർത്താവേ, എന്തെങ്കിലും ഒരു സംഭവം. UK പോകാനാണ് ആഗ്രഹിച്ചിരുന്നതെന്നിരിക്കുക, UK പോകണം, എന്തായാലും നടന്നില്ല. അതുകൊണ്ട് കർത്താവേ ബാംഗ്ലൂരെങ്കിലും ഒന്ന് വിടണേ കർത്താവേ. ബാംഗ്ലൂർ പോകാൻ വിചാരിച്ചിട്ട് അത് നടന്നില്ല. കർത്താവ് കൊച്ചിയിലെങ്കിലും വിടണേ കർത്താവ്. കൊച്ചി പോകാമെന്ന് വിചാരിച്ചു, കൊച്ചിയിലും പോകാൻ പറ്റില്ല. കർത്താവ് കഴക്കൂട്ടത്തെങ്കിലും വിടണേ കർത്താവ്. കഴക്കൂട്ടത്ത് നടന്നില്ല. കാട്ടാക്കടെങ്കിലും വിടണേ. ലാസ്റ്റ് അതൊന്നും നടന്നില്ല, പന്നിയോട്. ഹല്ലേലൂയ. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ബോൾഡ്നെസ് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്, ധൈര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അന്ന് മാർത്ത അവിടെ ആ വിശ്വാസം കാണിച്ചില്ലെങ്കിൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അവൻ മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. മാർത്ത എന്നാൽ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. എന്നിട്ട് യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, ഇല്ലാതെ ഞാൻ നിന്നെ വട്ടളപ്പിക്കുന്നതല്ലാതെ, ചുമ്മാ തള്ളുന്നതല്ലാതെ. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞു. അവൾ അവനോട് ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുവരെയും അവളും തകർന്നുപോയി, അവളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. അവൾക്കും ഇനി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫോക്കസേ ഇല്ല. ഒരനുശോചനമെങ്കിലും, ഒരു ആശ്വാസവാക്യങ്ങളും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം നോക്കണേ, കർത്താവ് അങ്ങനെ കൈവിട്ടില്ല. കർത്താവ് അവളെ പഠിപ്പിക്കേണ്ട വ്യക്തമായി പഠിപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കിക്കോളാം, ചില പ്രാർത്ഥനകൾക്കൊന്നും നേരെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടി കാണില്ലായിരിക്കാം, ഒരു വ്യക്തത വന്നില്ലായിരിക്കും. മനസ്സിലാക്കിക്കോടാ, ആമേൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ദൈവത്തിന് ചില മറ്റ് വലിയ വലിയ പദ്ധതികളുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാ, നമ്മുടെ പ്രാപ്തിയെ വർദ്ധിപ്പിക്കുക, നമ്മെ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ് ഈ ഡിലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവിടെ ലാസറിനെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ മാർത്തയുടെ എന്ന് പറയുന്ന ഒരു ആൻസർ വേണം. യെസ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അവർ വിചാരിക്കും, ഓ ശരി തന്നെ കേട്ടോ, ലാസർ ഉറങ്ങിയതാണ് സത്യം പറഞ്ഞ എന്ന് അവരെല്ലാവരും ലാസ്റ്റ് ക്രെഡിറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും, കർത്താവിന് കൊടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് ചിലയിടത്ത് നമ്മുടെ പ്രാപ്തി വർദ്ധിച്ചാലേ ചില അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ചിലയിടത്ത് ആമേൻ നമ്മൾ ചിലത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ചിലത് എന്താ വെളിപ്പെടേണ്ടതായിട്ടുള്ളതുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ട്. കാരണം വചനം തന്നെ പറയുന്നു, സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് യോഹന്നാൻ സുവിശേഷത്തിനകത്ത് തന്നെ വീണ്ടും മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പം ചിലത് അറിഞ്ഞാലേ സ്വാതന്ത്ര്യം നടക്കത്തുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ചിലയിടത്ത് നോക്കുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ അറിയാതെ തന്നെ ദൈവം നമുക്കായി പ്രവർത്തിക്കും. അപ്പോൾ എന്നോട് കുറേ നിരീശ്വരവാദികൾ എന്നോട് ഇങ്ങനെയും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവിടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ പേരൊക്കെ വൻ അടിപൊളി ലൈഫാണ്, പക്ഷെ അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ജീവിതം എന്താണ്? രോഗവും കഷ്ടതയും പ്രയാസം. അതെന്തുകൊണ്ട്? ദൈവം പക്ഷഭേദത്തിൻ്റെ ദൈവമാണോ, അതാണോ ഇതാണോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു.
ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത ആൻസേഴ്സ് ഒന്നുമല്ല, ബൈബിളിനകത്ത് വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുക. ഹല്ലേലൂയ. കാരണം വചനത്തിൽ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോശയെ ദൈവം നടത്തിയെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ഒരു ക്ലൂ പോലും കൊടുത്തില്ല അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്. വടി നീട്ടാൻ പറഞ്ഞു, വടി നീട്ടി. ഹല്ലേലൂയ. കാലെടുത്ത് വെക്കാൻ പറഞ്ഞു, കാലെടുത്ത് വെച്ചു. ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോകാൻ പറഞ്ഞു, പോയി. ഹല്ലേലൂയ. അത് പറയാന്ന് പറഞ്ഞു, പറഞ്ഞു. അത്ര തന്നെ. എന്താണ് അടുത്ത് സംഭവിക്കുന്നത്? മോശയ്ക്ക് ഒരു ക്ലൂ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നേരെ തിരിച്ച, ഇവിടെ കർത്താവ് ആഗ്രഹിച്ച അങ്ങനെയല്ല. നീ ഒന്നും അറിയാതെ അത്ഭുതം പ്രാപിച്ചതുകൊണ്ടാ നീ ചിലത് ആമേൻ അറിയേണ്ട ചിലതുണ്ട്. ആമേൻ. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതായിട്ടുള്ള ചില മർമ്മങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്. ആ സത്യം നീ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചില വിടുതലുകൾ നടക്കത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്രകാരം ചില വിഷയങ്ങൾ ഡിലേ ആകാതെ മനസ്സിലാക്കിക്കോളൂ. എന്തൊക്കെയോ വെളിപ്പെട്ട് വരാനുണ്ട്, എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള ഹിതം, ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ചിലതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അത് വെളിപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് വെളിപ്പെട്ട് സത്യമായി പുറത്തു വന്നാൽ മാത്രമേ ചില സ്വാതന്ത്ര്യം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്രകാരം തന്നെ കർത്താവും ടൈം എടുക്കുക. നീ ഇത് മനസ്സിലാകത്തോളം കാലം ഞാൻ നിന്നോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കർത്താവ് അവൾ ഓരോന്ന് പറഞ്ഞപ്പോഴും കർത്താവ് ഓരോന്ന് പറഞ്ഞ് അവൾ മനസ്സിലാക്കിച്ചു. ലാസ്റ്റ് മാർത്ത എങ്ങനെ പറഞ്ഞു? ഓവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാടിന് വേണ്ടിയാണ് ദൈവം കാത്തിരുന്നത്. കാരണം അതുവരെയും മാർത്തയ്ക്കും മറിയയ്ക്ക് യേശു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടായിരുന്നു, ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂരമീൻ, പൊരിച്ച മീൻ, അല്ല പൊരിച്ചതല്ലല്ലോ, ചാള പൊരിച്ചത്, പിന്നെ നൊത്തോലി പൊരിച്ചത്, നെമ്മീൻ, ഇതൊക്കെയുള്ള എന്താ സ്പെഷ്യൽ ഐറ്റംസ് കൊടുക്കുന്ന ഒരു ഫാമിലി ഫ്രണ്ട് മാത്രമായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും, പിന്നെ കുറച്ചൊക്കെ ഇതുണ്ട്, പക്ഷെ എന്നാലും ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് അവർക്ക് അതുവരെയും കിട്ടിയില്ല. പക്ഷേ തക്ക സമയത്ത് ദൈവം ചിലത് ഇവരെ പഠിപ്പിക്കുവാനായി 4 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ, ചില സംഭാഷണങ്ങൾ പറഞ്ഞ് ഡിലേ ചെയ്തപ്പോൾ അതുവരെയും വെളിപ്പെടാതെ ഇരുന്ന ഒരു വലിയൊരു സത്യം വെളിപ്പെട്ടു. എന്താണ്? നീ ദൈവപുത്രനാകുന്നു. ഹല്ലേലൂയ. ദൈവപുത്രനാകുന്നു വെളിപ്പെട്ടിട്ട് അവൾ അവിടെ മിണ്ടാതിരുന്നില്ല. നിരാശപ്പെട്ട് കടന്നിരുന്ന മറിയയുടെ അടുക്കലേക്ക് ഓടിപ്പോയിട്ട് മറിയെ, ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള ഈ വെളിപ്പെടൽ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, നീ അറിയ, നമ്മുടെ യേശു ഉണ്ടല്ലോ, അവൻ വെറും യേശു അല്ല, അവൻ ദൈവത്തിന്റെ പുത്രനത്രേ. ആകയാൽ നീ കരഞ്ഞിരിക്കുകയല്ല മറിയ ചെയ്യണത്, നീയും വാ. ഇന്ന് നമ്മുടെ സഹോദരൻ എഴുന്നേൽക്കുന്ന അത്ഭുത പ്രവൃത്തിയെ ഇന്ന് നാം ഒരുമിച്ച് കണ്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ചില ഡിലേസ്, ചില കാലദൈർഘ്യം, അത് നമ്മുടെ തിന്മയ്ക്കായിട്ടല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ആ ഒരു ചെറിയൊരു ഡിലേ വന്നപ്പോൾ മാർത്ത മാത്രമല്ല ബ്ലെസ്ഡ് ആയത്, മാർത്ത മാത്രമല്ല അനുഗ്രഹം പ്രാപിച്ചത്, മാർത്ത മാത്രമല്ല ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതയെ മനസ്സിലാക്കിയത്. അതിലുപരിയായി ആ ഡിലേ കാരണം മാർത്തയും മറിയയും ദൈവത്തിൻ്റെതായിട്ടുള്ള മഹത്വത്തെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒടുവിൽ എന്താ സംഭവിച്ചത്? വീണ്ടും താഴേക്ക് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു പറഞ്ഞ് അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റു. സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്നിട്ടും പോയില്ല. എത്ര കണ്ണീച്ചോരയില്ലാത്ത കർത്താവല്ലേ. മരണ വീടാണ്, എന്നിട്ട് ആ വീട്ടിൽ വരാതെ മറിയ വന്നാലേ ഞാൻ പോവും. കർത്താവ് അവിടെ കാത്തിരിക്കുക. നമ്മളൊക്കെ വിചാരിക്കും ഇങ്ങനൊരു കർത്താവ് ഇവിടെ, ഞാൻ കരഞ്ഞ് കിടക്കുക, ഞാൻ ഇവിടെ വിഷമിച്ച് കിടക്കുക, ഞാൻ കേട്ടിട്ടുള്ള കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ തേടി വരുന്ന കർത്താവ് എന്നാണ്. ഇതേത് കർത്താവാണെന്നോ എനിക്കറിയില്ല ഈ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. ഇല്ല, ഇവിടെയുള്ള കർത്താവും ആ കർത്താവും ഈ എല്ലാ കർത്താവും ഒരു കർത്താവ് തന്നെയായിരുന്നു. പക്ഷെ കർത്താവ് ഓരോരുത്തരെയും വഴി നടത്തുന്നത് വ്യത്യസ്തമായ വിധങ്ങളിലാണ്. ഹല്ലേലൂയ. ചിലയിടത്ത് കർത്താവ് അവരെ തേടിപ്പോകും, പക്ഷെ ചിലയിടത്ത് കർത്താവ് ഇരിക്കുന്നിടത്ത് വന്നാലേ ചിലത് സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നപ്പോൾ കർത്താവിൻ്റെ മൃദുസ്വരം ഏലിയാവിനെ തേടി അങ്ങ് പോയി. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നപ്പോൾ അവിടെയും പോയി. ഹല്ലേലൂയ. ശദ്രക് മേശക് അബേദ്നെഗോവും തീച്ചൂളയുടെ അകത്ത് കിടന്നപ്പോൾ അവിടെയും കർത്താവ് പോയി. പക്ഷെ ഇവിടെ കർത്താവിന് അങ്ങനെയല്ല.
എൻ്റെ അടുക്കൽ അവർ വരുമെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. നാം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വ്യർത്ഥമല്ല. അത് ദൈവത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ല എന്ന് അങ്ങനെ ചിന്തിക്കരുത്. അതിലുപരിയായി ഇതിൻ്റെയൊക്കെ പിന്നിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ശ്രേഷ്ഠത മനസ്സിലാക്കിയ മാർത്ത പോകുന്നു, മറിയെ വിളിച്ചിരുന്നു. അങ്ങനെ മറിയെ വന്നതിന് ശേഷം പിന്നെ എവിടെ പോകുന്നത്? ലാസറിൻ്റെ അടുക്കൽ പോകുന്നത്, കല്ലറയിൽ പോകുന്നത്. അതായത് കല്ലറ എല്ലാം കഴിഞ്ഞു, പൂട്ടി അകത്ത് വെച്ചു, അടക്ക ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. അങ്ങനെ രണ്ടുപേരും വന്ന് വിളിച്ചപ്പോഴാണ് കർത്താവ് പിന്നെ എന്ത് ചെയ്തു? 35-ാം വാക്യം വന്നപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കുറേ പെറുറുപ്പും കുറേ പരാതി ഇതുപോലെയുള്ള ക്രിറ്റിസിസംസ് ഒക്കെ കുറേ പേര് കമൻ്റൊക്കെ ഇട്ടു. ചിലരോ കുരുൻ്റെ കണ്ണ് തുറന്ന് ഇവനെ അങ്ങനെയൊക്കെ കുറേ ഡയലോഗൊക്കെ അടിച്ചു. അപ്പോൾ 38-ാം വാക്യം, യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറക്കിലെത്തി. അതുവരെ എല്ലാവരും വിചാരിച്ചു ഈ യേശുവിന് കണ്ണീ ചോരയില്ല, ഈ യേശുവിന് ഇത്ര കഠിന ഹൃദയമാണോ എന്നൊക്കെ പലരും ചിന്തിച്ചു. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന? യേശു കണ്ണുനീർ വാർത്തു. എപ്പോൾ? ദൈവം ക്രൂരനായ ഒരു ദൈവമല്ല. യേശുവിൻ്റെ അരികിൽ വരുവാൻ രണ്ടുപേരും മനസ്സ് കടച്ചപ്പോൾ കർത്താവ് കരഞ്ഞു എന്നേ. രണ്ടുപേരും ഒരുമപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? യേശുവിൻ്റെ ഉള്ളം നൊന്തു. ആമേൻ. നമ്മുടെ വിഷമങ്ങളുടെ ആഴം യഹൂദന്മാർ പലരും അവിടെ കല്ലറയുടെ അടുത്തുണ്ടായിരുന്നു, അവരെ വീട്ടിനകത്തുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും മനസ്സിലാക്കാത്ത വേദന ദൂരത്ത് നിന്ന് യേശു പറഞ്ഞു. എപ്പോൾ? യേശുവിനെ തേടി തൻ്റെ മക്കൾ കടന്നുപോയപ്പോൾ. നിന്റെ വീട്ടിനകത്ത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി വന്നില്ലായിരിക്കാം, നിന്റെ ബിസിനസ്സിനകത്ത് ദൈവപ്രവൃത്തി വന്നില്ലായിരിക്കാം. ഒരു പക്ഷെ നീ ആയിരിക്കുന്ന മേഖലയിൽ ഇത് വലിയൊരു വെളിപ്പാട് ഏറ്റെടുത്തോണം. നിന്റെ വിഷയത്തിൻ്റെ മധ്യത്തിൽ മനസ്സിലായിക്കോണം, നീ എന്ത് വിഷയത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് നടുവിൽ ഒരുപക്ഷെ യേശു വന്നില്ലായിരിക്കാം. പക്ഷെ നീ യേശുവിനെ തേടി പോകുമ്പോൾ നീ അനുഭവിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും ആ ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കര വലുതാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അത് വെറുതെയല്ല. ആ അനുഭവം നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എല്ലാവർക്കും കത്തിയില്ല. ചിലർക്ക് പള്ളി വരുമ്പോൾ ഇതുപോലൊരു സ്നേഹവാനായ ദൈവമില്ല. പള്ളി വരുമ്പോൾ ഭയങ്കര സമാധാനം, സ്വസ്ഥത, സമാധാനം, സന്തോഷം. ഇതുപോലൊരു ദൈവസ്നേഹം അനുഭവിക്കുന്ന വേറൊരിതില്ല. പക്ഷെ വീട്ടിൽ പോയാൽ നേരെ ഓപ്പോസിറ്റാ. കഷ്ടതയും ദുരിതവും പ്രയാസവുമാണ്. പള്ളി പോകുന്നത് എന്തിനാ? കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖല പണിയണം, എൻ്റെ കുടുംബജീവിതത്തെ പണിയണമേ, എൻ്റെ ജോലി മേഖലയെ പണിയണമേ, എൻ്റെ ആരോഗ്യത്തെ അങ്ങ് പണിയണമേ, എൻ്റെ കടക്കാരോടുള്ള എൻ്റെ ജീവിതത്തെ പണിയണമേ. ഇതായിരിക്കാം. പക്ഷേ ആ മേഖലയിലൊന്നും ഒരനക്കവുമില്ല. പക്ഷെ എപ്പോഴൊക്കെ ദൈവത്തെ അന്വേഷിച്ച് പള്ളി വരുമോ അപ്പോഴൊക്കെ മനസ്സിനകത്ത് ഭയങ്കര എന്തൊക്കെയൊക്കെയോ സംഭവിക്കുക. ഇങ്ങനെയുള്ള അനുഭവത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോടാം, ഈ പള്ളി വരുമ്പോൾ നീ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹം നിൻ്റെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഒരുപാട് താമസമില്ല. നീ ഇവിടെ അനുഭവിക്കുന്ന ദൈവസ്നേഹം, നീ ഇവിടെ അനുഭവിക്കുന്ന ദൈവിക സമാധാനം, നീ ഇവിടെ അനുഭവിക്കുന്ന ദൈവിക സന്തോഷം, കർത്താവ് നിനക്ക് ഇവിടെ മാത്രമല്ല നിന്റെ വിഷയത്തിന് നടുവിൽ തരുവാൻ സമയമെടുത്തു. കല്ലറ നീക്കുവേൻ എന്ന് യേശു പറഞ്ഞ് മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്നലെ വരെ യേശു ആ വീട്ടിൽ പോലും കയറിയില്ല. പക്ഷേ യേശുവിന്റെ അരികിലേക്ക് അവർ കടന്നു വന്നപ്പോൾ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, കർത്താവ് കണ്ണുനീർ വാർക്കുക മാത്രമല്ല, കർത്താവിന്റെ ഉള്ള നോവുക മാത്രമല്ല, ആ കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ കർത്താവ് കല്ലറയുടെ മുന്നിൽ പോയി. ആ കർത്താവ് എന്നിട്ട് പറഞ്ഞു, കല്ലറ തുറക്കാനും പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനേ കഴിയുന്നത് ഇപ്രകാരമാണ്. അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവൻ്റെ കെട്ടഴിപ്പേൻ, അവൻ പോകട്ടെ
എന്ന് യേശു അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നലെ വരെ യേശു ദൂരത്തായിരുന്നു, പക്ഷെ യേശുവിൻ്റെ അരികിലേക്ക് ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ, ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ അവൻ ഉത്സവവും ഉല്ലാസവും എല്ലാം മാറ്റിവെച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അതൊന്നും നോക്കാതെ അവൻ പ്രശ്നത്തിൻ്റെ മധ്യത്തിലും യേശുവിൻ്റെ പിന്നാലെ കടന്നുപോയ അവൻ ദൈവമക്കളെ കർത്താവ് കൈവിട്ടില്ല. അവിടെ സംഭവിച്ചത് ഇപ്രകാരമാണ്: ലാസർ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നത്? അവൻ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. നീ ഇവിടെ അനുഭവിക്കുന്ന ദൈവപ്രവൃത്തി നിന്റെ വിഷയത്തിൽ അനുഭവിക്കാൻ ഇനി താമസമില്ല. ഇറ്റ്സ് വെരി നിയർ. അവൻ വളരെ അടുത്ത, വളരെ അടുത്ത. കരമടിച്ച് ഏറ്റെടുത്തോ, കരമടിച്ച് ഏറ്റെടുത്തോ. ഇന്നത്തെ ദൂത് അതാ, ഇന്നത്തെ ദൂത് അതാ. നിന്റെ ജീവിതത്തിൽ അവൻ ഉത്സവം ഇല്ലായിരിക്കാം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ലായിരിക്കാം, നിന്റെ ജോലി മേഖലയിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ ഫില്ല് ചെയ്തു, ആ ഡാഷിനെ ഫില്ല് ചെയ്യുക. എവിടെയൊക്കെയോ നീ വളരെയധികം ഞെരുക്കം അനുഭവിക്കുന്ന, വളരെയധികം വളരെയധികം നീ അനുഭവിക്കുന്ന, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം മനസ്സുകൊണ്ട് നൊന്ത് പൊട്ടുന്ന, എല്ലാം തീർന്നു, എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു നാണക്കേടായല്ലോ, എല്ലാവരുടെ മുൻപിൽ ഞാനൊരു പരിഹാസപാത്രം മാത്രമായല്ലോ എന്നൊക്കെയുള്ള തരത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ പോലും കഴിയാതെ വണ്ണം ഉള്ളുകൊണ്ട് നോവുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നല്ല. ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇനി ഒരിക്കലും നിനക്ക് വേണ്ടി ചെയ്യത്തില്ല എന്നല്ല. തക്ക സമയത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കും. ഒരുപക്ഷെ ഇന്ന് നടക്കത്തില്ലായിരിക്കാം, ചിലപ്പോൾ ഇന്നലെ നടന്നില്ലായിരിക്കാം, ചിലപ്പോൾ നാളെ നടക്കത്തില്ലായിരിക്കാം, പക്ഷേ തക്ക സമയത്തിൽ എൻ്റെ ദൈവം നിന്നിച്ചറു മുൻപിൽ നിന്നെ മാനിക്കും. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിന്റെ രോഗത്തെ മാറ്റി ദൈവം നിന്നെ സൗഖ്യമാക്കും. നിന്റെ കടബാധ്യതയെ ദൈവം നീക്കി നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു വിശ്വസ്തനായ ദൈവം അത്രേ യേശു. തിരിച്ചറിയുന്നവർ കരമടിച്ച് 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 ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമുക്കൊരുപാട് പ്ലാൻസും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കാം, നമ്മുടേതായിട്ടുള്ള സമയം ഉണ്ടായിരിക്കാം. നമുക്കും പറയാൻ പറ്റും, ഞാൻ ഉപവസിച്ചു, ഞാൻ സ്തോത്ര കാഴ്ച കൊടുക്കാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. മറിയയ്ക്കും ബാധിക്കായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടി കളഞ്ഞു, എൻ്റേതായിട്ടുള്ള മാന്യത ഞാൻ നിനക്ക് വേണ്ടി കളഞ്ഞു, എൻ്റെ എല്ലാം ഞാൻ നിനക്ക് വേണ്ടി തന്നു. നീയാണോടാ എന്നെ സമയത്തെ പറ്റി പഠിപ്പിക്കുന്നത്? വേണമെങ്കിൽ മോനായതുകൊണ്ട് ചോദിക്കാം, പക്ഷെ അതൊന്നും ചോദിച്ചില്ല. കാരണം മറിയക്കറിയാം ഇവൻ ദൈവപുത്രനാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളും സ്വയം ന്യായീകരിക്കുന്ന രീതിയല്ല, ദൈവത്തിൻ്റെ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഒന്ന് മാത്രം മനസ്സിലാക്കുക, അവൻ നമ്മെ ഒരിക്കലും കൈവിടത്തില്ല, അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്നേ. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം സങ്കീർത്തനങ്ങൾ 55 ആമേൻ 22 ഇപ്രകാരം പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ ടൈമിങ്ങിൽ നമുക്കൊന്ന് കീഴ്പ്പെട്ട് കാത്തിരിക്കുവാനേ കഴിയുമെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു ഭാഗമുണ്ട്. അവൻ കുലുങ്ങിപ്പോകാൻ നമ്മളെ അനുവദിക്കത്തില്ല. അവൻ നമ്മളെ ഒറ്റയ്ക്ക് ഭാരത്തെ ചുമക്കുവാനായിട്ട് വിട്ടുകൊടുക്കത്തില്ലാന്നേ. അവൻ നമ്മുടെ ഭാരത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്, പക്ഷേ തക്ക സമയത്തിനായി കാത്തിരിക്കുവാനേ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? തക്ക സമയം, തക്ക സമയം. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇപ്രകാരം പഠിപ്പിച്ചു: മടുത്തുപോവാതെ പ്രാർത്ഥിപ്പൻ. മടുപ്പ് വരും, നിരാശ വരും, എല്ലാം അവസാനിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷേ ഡോണ്ട് ഗിവ് അപ്പ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരിക്കലും മടുത്തു പോകരുത്. തക്ക സമയത്ത് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. യോസഫിൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ പൊട്ടക്കിണറ്റായിരുന്നു അല്ലേ? അവൻ വിചാരിച്ചു അവൻ്റെ ജീവിതം തീർന്നു പോയി, ഞാൻ ഇനി എങ്ങനെ പുറത്തു വരും? അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. എൻ്റെ ദൈവം യോസഫിനെ പൊട്ടക്കിണറ്റിനകത്ത് എന്നേക്കുമായി ഇട്ടിരുന്നോ? ഇല്ല. തക്ക സമയത്തിൽ ദൈവം യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും കടന്നു. എല്ലാം തീർന്നു വിചാരിച്ചു. കാരണം ഒരു ദൈവദാസന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പേരുദോഷമാണ് ജയിലിൽ കിടക്കുക. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. പല ദൈവദാസന്മാരുടെ ശുശ്രൂഷ തീർന്നു പോകാനുള്ള കാരണം ഇതുപോലുള്ള ജയിലറകളാണ്, അന്യായമായ കേസുകൾ. അപ്പോൾ അപ്രകാരം ശുശ്രൂഷ മൊത്തത്തിൽ നഷ്ടപ്പെടേണ്ട ഒരു ഭാഗമായിരുന്നു പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കിടന്നു. പക്ഷേ
ദൈവം നിന്ന് കേൾപ്പിച്ചു കൊടുത്തില്ല. ഏത് കാരാഗ്രഹമാണോ പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ചു വെച്ചോ, അതേ കാരാഗ്രഹത്തിൻ്റെ അന്ത്യം അന്ന് ദൈവം കുറിപ്പിച്ചു. ഹല്ലേലൂയ. ഇനി ഒരിക്കലും എൻ്റെ ഭൃത്യന്മാർ ഈ കാരാഗ്രഹം അടച്ചു വെക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് കർത്താവ് ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ കുലുക്കി. പിന്നെ ആ കാരാഗ്രഹത്തിനകത്ത് ആരെയും പൂട്ടിയിടാൻ പറ്റിയില്ല. അത് ഉപയോഗശൂന്യമായി മാറി. എപ്പോൾ? നീതിമാനെ കുലുങ്ങിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സന്തോഷിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുണ്ടോ? സമാധാനം അനുഭവിക്കുവാനെ കൊതിക്കുന്നവരുണ്ടോ? ജീവിതത്തിൽ നിന്ദകളില്ലാതെ ഒരു നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ഒരു അനുഭവമായി കർത്താവെ നൽകണമെന്ന് ചിന്തിച്ചു പോകുന്ന ആ വേളകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? തക്ക സമയത്തിൽ നിൻ്റെ വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. ലാസർ മരിച്ചുപോയി എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, അത് എല്ലാവരും വിചാരിച്ചു. പക്ഷേ 4-ാം ദിവസം കർത്താവ് തക്ക സമയത്തിൽ ഇറങ്ങി വന്ന് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് നമുക്കെന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമ്മളാരും മരിച്ചൊന്നും പോയിട്ടില്ല അല്ലേ? നമ്മളൊന്നും മരിച്ചൊന്നും പോയിട്ടില്ല. ഇന്നും ജീവനോടെ നിൽക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം മനസ്സിലായിക്കോണം, ദൈവത്തിന് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചില്ല എല്ലാവരും? നമ്മളിൽ ജീവൻ എത്ര കാലമുണ്ടോ അത്രയും കാലം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. കാരണം സങ്കീർത്തനങ്ങൾ 23 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. അതിനൊരർത്ഥമുണ്ട്. ഞാൻ എന്ന് മരിക്കുമോ അതുവരെയും എൻ്റെ പിന്നാലെ നന്മയും കരുണയും എന്നെ പിൻപറ്റും. ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിന്റെ മൂക്കിൽ ജീവശ്വാസമുണ്ടോ? തീർന്നു പോയിട്ടില്ല. ആമേൻ. ദൈവത്തിൻ്റെ നന്മയും കരുണയും നിന്നെ പിന്തുടരുക. അത് നിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ ഇനി ആമേൻ താമസമില്ല. അത് ഉടനെ തന്നെ സംഭവിക്കും. പ്രൈസ് ലോർഡ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദേവദാസൻ ബ്രദർ എബി ഷാലോമിനെ കണ്ട് പ്രാർത്ഥിക്കുവാനും പറയുവാനും ആഗ്രഹിക്കുന്നവർ ശലോം പ്രയർ ടവർ തിരുമല ചൊവ്വാഴ്ച ദിവസത്തിൽ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയും, ശലോം പ്രയർ ടവർ ഇലക്കോടിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ശലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.